ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അക്കി ദ മല്ലു ബിഗ് ബോസ്. പ്രേക്ഷകർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, താരങ്ങൾ ആരെയൊക്കെ ആയിരിക്കും, അത് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളായിട്ട് വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട്. 2, അതിന്റെ ലൊക്കേഷനും. 3, അതിന്റെ തീയതി, ഡേറ്റും ആണ്. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാനും അതുപോലെ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, വോട്ടിംഗ് രീതികൾ, അത് ലൈവായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴി കാണാനുള്ള ആ ഒരു ആഗ്രഹം, ആകാംക്ഷ എല്ലാമാണ് പ്രേക്ഷകരിൽ വന്ന് നിറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ചില നമുക്ക് ലഭിച്ച അപ്ഡേറ്റുകളാണ്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 പോലെ തന്നെ സീസൺ 7 കൺക്ലൂഡ് ആയിട്ടുണ്ട്. അതിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. EVP ഫിലിം സിറ്റി ചെന്നൈ, അത് ഇവിടെ തന്നെ ആയിരിക്കും ബിഗ് ബോസിലെ നമ്മൾ ഇത്തവണ ആഗ്രഹിച്ചിരിക്കുന്ന വീട് ഒരുങ്ങാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ ആ കൂടാരം, ബിഗ് ബോസ് സീസൺ 7 ആ വീട് ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വോട്ടിങ്ങിലും അതിൻ്റെതായുള്ള മാറ്റങ്ങൾ വരും. പ്രേക്ഷകരുടെ പങ്കാളിത്തം കുറച്ചുകൂടി കൂട്ടും. അവതാരക ശൈലിയിൽ തന്നെ ആ കൃത്യമായിട്ടുള്ള മാറ്റം, പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റം പ്രോമോയിലൂടെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. ലാലേട്ടന്റെ പുതിയ രൂപവും ഭാവവും നമ്മൾ ബിഗ് ബോസ് വീട്ടിലൂടെ കാണാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ടാസ്ക് വൈസ് ഇത്തവണ ചില്ലറ ടാസ്കുകൾ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള, അതിനോടൊപ്പം തന്നെ മെന്റൽ സ്ട്രെസ്സും സ്ട്രെങ്ത്തും ആവശ്യമായിട്ടുള്ള ടാസ്കുകളായിരിക്കും. ക്യാപ്റ്റൻസി ലെവലിലും മാറും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ തവണ ഒരു പ്രത്യേക റൂമുകളായിട്ട് 4 റൂമുകളായിട്ട് തിരിച്ച് ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ച് അവതരിപ്പിച്ച ആ ഒരു ടാസ്ക്, ആ ഒരു രീതി സത്യത്തിൽ പാളി എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെ കുറച്ചുകൂടി എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് അവർ ചെയ്തതെങ്കിലും സാധാരണ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു റൂം പരിപാടി വളരെ ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് അവർ മാറ്റി തന്നെ ചെയ്തു, എടുത്ത് കളയുക തന്നെ ചെയ്തു. കാരണം അവസാനം 4 പേരോ 5 പേരോ ആകുമ്പോൾ ഇതിന്റെ പ്രസക്തി ഇല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് പ്രേക്ഷകർക്ക് എന്തിനാണോ താല്പര്യം, അവരുടെ ഒപ്പീനിയൻ കൂടി എടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളായിരിക്കും ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ 24/7 ഇത്തവണയും അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം സാധാരണ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അത് പെയ്ഡ് ആക്കാറാണ് പതിവ്. നമ്മൾ IPL കണ്ടവർക്ക് പോലും അറിയാം. ഇത്തവണ അതിന്റെ കാര്യങ്ങളും എന്തായാലും നമ്മൾ അപ്ഡേറ്റുകൾ കാത്തിരിക്കുകയാണ്. കൂടുതൽ നിഗൂഢതകളും അതിലേറെ രസകരമായിട്ടുള്ള ടാസ്കുകളും നിമിഷങ്ങളും പ്രോപ്പർട്ടികളും നിറഞ്ഞ ബിഗ് ബോസ് വീട് ഇതാ EVP ഫിലിം സിറ്റിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളോടൊപ്പം തുടരുക. ഈ സീസൺ നമുക്ക് ഒരുമിച്ച് പൊളിക്കാം.